വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷൻ എഡിറ്റിംഗ്, ഓപ്ഷൻ എഡിറ്റിംഗ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപേക്ഷയിൽ എന്ത് തരത്തിലുള്ള എഡിറ്റിംഗ് ചെയ്യുന്നതിനുമുള്ള അപേക്ഷാ സമയപരിധി ഇന്ന് അവസാനിക്കും. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട, മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമായി നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷൻ എഡിറ്റിംഗ്, ഓപ്ഷൻ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഇന്നും അവസാനിക്കും. നമുക്ക് അതിൻ്റെ സർക്കുലർ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ പത്രക്കുറിപ്പ്. ബിരുദ പ്രവേശനം 2026-27 എഡിറ്റിംഗ് സൗകര്യം ജൂലൈ 6 മുതൽ 7 വരെ. 2026-27 അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് 2026 ജൂലൈ 6 മുതൽ 7 വരെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. എഡിറ്റ് സൗകര്യം താഴെ പറയുന്ന രീതികളിൽ വിദ്യാർത്ഥികൾ ലഭ്യമാകും. ഉയർന്ന ഓപ്ഷനുകൾ നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് പുനഃക്രമീകരിക്കാം. ജൂലൈ 6-7 അത് ഇന്ന് വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാം. അനുവദനീയമായ വ്യക്തിഗത വിദ്യാഭ്യാസ വിവരങ്ങൾ തിരുത്താം. നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള വ്യക്തിഗത വിദ്യാഭ്യാസ വിവരങ്ങൾ തിരിക്കാം. നിർബന്ധിത ഫീസ്, മാൻഡറ്ററി ഫീസ് അടയ്ക്കാതിരിക്കുകയോ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശനം നേടാതിരിക്കുകയോ ചെയ്തതിനാൽ പ്രവേശന നടപടിയിൽ നിന്ന് പുറത്തായിപ്പോയ വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷിക്കുക. അതായത് നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായി പോയവരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചു, മാൻഡറ്ററി ഫീ അടച്ചില്ല, കോളേജ് ജോയിൻ ചെയ്തില്ല, നിങ്ങൾ പുറത്തായി പോയവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പങ്കെടുക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപേക്ഷയിലെ അനുവദനീയമായ എല്ലാ വിവരങ്ങളും തിരുത്താം. പുതിയ കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ ചേർക്കാനും നിലവിലെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനും സൗകര്യമുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അനുവദനീയമായിട്ടുള്ള എല്ലാ എഡിറ്റുകളും ചെയ്യാം. പുതിയ കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ ചേർക്കുന്നതിനും നിലവിലെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനും സൗകര്യമുണ്ട്. ഒന്നാം ഓപ്ഷൻ അലോട്ട്മെന്റ് ലഭിച്ച് സ്ഥിരപ്രവേശനം നേടിയവർക്കും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റ് സൗകര്യം ലഭ്യമല്ല. ഒന്നാം ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ച് സ്ഥിരപ്രവേശനം നേടിയവർക്കും ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തവർക്കും എഡിറ്റ് സൗകര്യം ലഭ്യമല്ല. നമുക്ക് നോക്കാം. എഡിറ്റ് ചെയ്ത ശേഷം അപേക്ഷ നിർബന്ധമായും ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം മുൻപ് ഫൈനൽ സബ്മിറ്റ് ചെയ്ത അപേക്ഷയായിരിക്കും തുടർ അലോട്ട്മെന്റുകൾക്കായി പരിഗണിക്കുക. നിങ്ങൾ അലോട്ട്മെന്റിനായി അപേക്ഷ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യണം. ഫൈനൽ സബ്മിറ്റ് ചെയ്യാതിരുന്ന എന്ത് പറ്റും, നിങ്ങളുടെ അപേക്ഷ മുൻപ് എങ്ങനെയായിരുന്നോ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തത് ആ രീതിയിലായിരിക്കും നിങ്ങളുടെ അലോട്ട്മെന്റ് എന്ത് ചെയ്യുക, തുടർ അലോട്ട്മെന്റ്, മൂന്നാം അലോട്ട്മെന്റിനൊക്കെ ആയിട്ട് പരിഗണിക്കുക. വിദ്യാർത്ഥികൾ എഡിറ്റ് സൗകര്യം ലഭ്യമായ കാലയളവിനുള്ളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലഭ്യമായ ജൂലൈ 6-7 ഇന്ന് വൈകുന്നേരം 5 മണിയുടെ സമയമുണ്ട്. ഇതിനകം നിങ്ങൾക്ക് എന്തെല്ലാം എഡിറ്റുകൾ വേണോ അതെല്ലാം എഡിറ്റ് ചെയ്തതിനു ശേഷം അപേക്ഷ എന്ത് ചെയ്യണം, നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത് അറിയിക്കുന്നു. ഇതിനായി നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റ് ആൻഡ് അൺലോക്ക് എന്നൊരു ലിങ്ക് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡിറ്റ് ആൻഡ് അൺലോക്ക് എന്ന ലിങ്കിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ് ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് എന്ത് വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സീറ്റ് വേക്കൻസീസ് ആണ്, പുതിയ കോളേജുകളും കോഴ്സുകളും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സീറ്റ് വേക്കൻസിയുടെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോളേജുകളിലെ സീറ്റ് സ്ഥലത്ത് ഞാൻ അവിടെ ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ശ്രീനാരായണ കോളേജ് സെർച്ച് ചെയ്തു. ഇവിടെ സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ ഈ ശ്രീനാരായണ കോളേജിൽ എത്രത്തോളം സീറ്റുകൾ അവൈലബിൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. BA എക്കണോമിക്സ് ജനറലിന് 8 സീറ്റ്, SCക്ക് 2 സീറ്റ്, STക്ക് 3 സീറ്റ്, കമ്മ്യൂണിറ്റിക്ക് 12 സീറ്റ്. അങ്ങനെ നമുക്കിവിടെ ഓരോ കോളേജുകളിലും നിങ്ങൾക്ക് വേണ്ട കോളേജ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടുത്തെ വേക്കൻസി വിവരങ്ങൾ പരിശോധിക്കാം. ഞാനിപ്പോൾ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ത് ചെയ്യാണ്, കൊണ്ടോട്ടി ഒന്ന് സെലക്ട് ചെയ്യാണ്. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സാണ്, എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെല്ലാം കോളേജുകളാണോ അവിടുത്തെ വേക്കൻസികൾ നിങ്ങൾക്ക് ഇതിനായി കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ മാക്സിമം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എഡിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റ് ജൂലൈ 9 അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ഫോർ